ജിത്തുഭായ്, ഞാൻ ഇന്നലെ മെറീന മൈക്കിൾ ആൻഡ് ഫലിമാനി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, കണ്ടിട്ടില്ല. മൂപ്പര് കണ്ടിട്ടില്ല. അപ്പോൾ വിഷയം വേറെ ഒന്നുമില്ല, ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. അതായത് മെറീന മൈക്കിൾ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഒരു ഇൻ്റർവ്യൂവർ അവരുടെ ഇൻ്റർവ്യൂ എടുക്കാൻ താല്പര്യമില്ല. കാരണം മെറീന മൈക്കിൾ അവരേക്കാൾ എന്താ പറയുക, വിസിബിലിറ്റി കുറഞ്ഞ ഒരു ആക്ട്രസ്സാണ്. വലിയ വലിയ ആക്ട്രസിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാം എന്നുള്ള രീതിക്ക് ഒരു ടോക്ക് നടത്തി. അത് ആ കാസ്റ്റ് ആൻഡ് ക്രൂ, ആ ഷോന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഇവരെ അറിയിച്ചു, മെറീന മൈക്കിളിനെ അറിയിച്ചു. പക്ഷെ മെറീന മൈക്കിൾ എവിടെയും ഇത് പേർളിമാണി ആണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അത് ഒരു 7 മാസം മുമ്പാണ് ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞതിന് ശേഷം റീസെൻ്റ്ലി ഒരു 5-6 ദിവസം മുമ്പ് ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇത് കുത്തിപ്പൊക്കി അതിൻ്റെ ആങ്കർ ചോദിച്ച് കമൻറ്റ് ബോക്സിലൊക്കെ ഇത് പേർളിമാണി ആണല്ലോ എന്നുള്ള രീതിയിൽ കുറേ പേര് പറയുന്നുണ്ടല്ലോ. ഇപ്പം മെറീന മൈക്കിൾ ആണെന്നും പറഞ്ഞില്ല, അല്ലാന്നും പറഞ്ഞില്ല. അങ്ങനെ അത് ഡിസ്കഷനായി. ഞാനൊരു കോണ്ടന്റ് ചെയ്ത സമയത്ത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കല്ലെടുത്ത് എറിയാൻ ഭയങ്കര ഈസിയാണ്, ഒരു ടാർഗറ്റ് ഒന്നും വെക്കാതെ നമുക്ക് എറിയാം. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അത് കൊള്ളാതിരിക്കാം, കൊണ്ടു കഴിഞ്ഞാൽ റിപ്ലൈ വരാതിരിക്കാം. റിപ്ലൈ വന്നാൽ ചിലപ്പോൾ അതൊരു ബോണസ് ആയിരിക്കാം, അല്ലെങ്കിൽ റിപ്ലൈ വന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു എവറി ആക്ഷൻ ഹാവ് ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ തിരിച്ചു അടിക്കാം. അങ്ങനെയും സംഭവിക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെറീന മൈക്കിളിലേക്ക് ഈ കാര്യം എത്തിച്ചത് ഷോൻ്റെ ആളുകളാണ്. അല്ലാതെ ഈ XYZ ഏതൊരു ആങ്കറാണോ ആ ആങ്കർ നേരിട്ടല്ല പറഞ്ഞത് എന്ത് എനിക്കിത് എടുക്കാൻ താല്പര്യമില്ല എന്ന് അവർ നേരിട്ട് പറഞ്ഞതല്ല. ആ ആങ്കർ ആ ഷോൻ്റെ ആളുകളെ അറിയിച്ചിട്ട് ഷോൻ്റെ ആളുകളാണ് മെറീന മൈക്കിളിനെ അറിയിച്ചത്. അപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോൻ്റെ ലാസ്റ്റിൽ, എനിക്ക് എവിടെയോ ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഇനിയിപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പേർളിമാണി വരികയാണെങ്കിലും പറയാൻ പോണത് എന്താ, ഈ ഷോ ആയിട്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഓൾറെഡി ഞാൻ ഈ ഷോ ഡ്രോപ്പ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. മേ ബി അതുകൊണ്ട് ചിലപ്പോൾ ഞാനിത് ഡ്രോപ്പ് ചെയ്ത സമയത്തായിരിക്കും ഈ ഒരു ഇൻ്റർവ്യൂ വന്നത്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ ആയിരിക്കാം. ഇത് ഞാൻ കൃത്യമായി പറഞ്ഞത് കാരണം എനിക്ക് എവിടെയോ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു, മേ ബി ഇതൊക്കെ തന്നെ ആയിരിക്കും നാളെ പറയാൻ പോണതും പറയാൻ വരുന്നത് എന്നുള്ളതും. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ പേർളിമാണിൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് അവരൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അതായത് മെറീന മൈക്കിൾ പേരൊന്നും പറയാതെ എറിഞ്ഞ കല്ല് കൃത്യമായിട്ട് ആളുകൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ പോയി കുത്തിയിട്ടുണ്ട്. ഹോപ്പ് ദിസ് ക്ലിയർസ് ദി കൺഫ്യൂഷൻ. My side of the story. Yesterday I came across some YouTube channels discussing an issue between an artist and anchor using my picture as thumbnail and assuming my name. To clarify, I reached out to the artist and she confirmed she was referring to me. അതായത് മെറീന മൈക്കിളിനോട് കൃത്യമായി ചോദിച്ചു, എല്ലാ ചാനലിലും കണ്ട പോലെ പേർളിമാനിയെ കുറിച്ച് തന്നെയാണോ, അതായത് എന്നെക്കുറിച്ച് തന്നെയാണോ എന്നുള്ളത് അവരെ വിളിച്ചു ചോദിച്ചു. അതായത് അവരെ റീച്ച് ഔട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ പേർളിമാനി ഈ പറഞ്ഞ മെറീന മൈക്കിളിനെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് ആണോ എന്ന് ചോദിച്ചപ്പോൾ അവരാണെന്നും പറഞ്ഞു. വെൻ ഐ ട്രൈ ടു ടെൽ ഹെർ മൈ സൈഡ് ഓഫ് ദ സ്റ്റോറി ഷീ വാസ് നോട്ട് റെഡി ടു ലിസൺ ഓർ ടോക്ക് ഓവർ ദ ഫോൺ. ഫോണിൽ സംസാരിക്കാനോ എൻ്റെ സൈഡ് കേൾക്കാനോ റെഡി ആയില്ല. സോ ഐ എം ലെഫ്റ്റ് വിത്ത് നോ അതർ ഓപ്ഷൻ ബട്ട് ടു ഷെയർ മൈ സൈഡ് ഓഫ് ദ സ്റ്റോറി ഹിയർ, റിഫ്ലക്റ്റിംഗ് ഓൺ ദ സിറ്റുവേഷൻ. ഹിയർ ഈസ് വാട്ട് ഹാപ്പൻ. ലൈക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് അവർക്ക് പറയാനുള്ള, ലൈക്ക് വാട്ട് ഐ ഹാവ് ടു സേ. 2017 I faced a payment related issue with the channel I was working with, which forced me to discontinue the show I was hosting. Halfway through, I don't want to further discuss that matter here since it's already been resolved and not related or relevant to the matter I am intending to clarify. അതായത് 2017 ഷോ റിലേറ്റഡ് ആയിട്ട് പേയ്മെൻറ്റ് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികൾ അവർക്കത് എന്തായി വർക്ക് സ്ഥലത്ത് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അത് അന്ന് തീർത്ത പ്രശ്നമാണ്, അത് ഇതിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അവരാരും റെഫർ ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. സോ അഗെയിൻ ഞാൻ ഇന്നലെ പറഞ്ഞ പോയിന്റിലേക്കാണ് അവർ എത്തുന്നത്. ആഫ്റ്റർ മൈ എക്സിറ്റ് ദർ വെർ ഓബ്വിയസ് ഡിലേ ഇൻ ദ ഷോസ് ഷെഡ്യൂൾ ആസ് ദേ വർക്ക്ഡ് to replace me. Unfortunately, the blame for these delays and their incompetence to follow the schedule was unfairly placed on me during that time. ഇങ്ങനെ ഇരിക്കുന്നത്, അതായത് ഇവരെ മാറ്റി പുതിയ ആളെ കൊണ്ടുവന്ന ആ ഒരു സമയത്ത് മെറീന മൈക്കിളിനോട് കണ്ടിന്യൂസ്ലി ഓക്കെ ആങ്കർ റെഡിയല്ല, ആങ്കറിന് താല്പര്യമില്ല, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഞൊണ്ടി ന്യായങ്ങളായിട്ട് ചാനൽ എന്ത് ചെയ്തു, പേർളിമാണിയുടെ പേര് പറഞ്ഞ് ഈ സമയം വഴുകിയത് ഇവരെ അറിയിച്ചു എന്നാണ് പേർളിമാണിൻ്റെ വേർഷൻ. റീസെൻ്റ്ലി സം ഫോൾസ് നറേറ്റീവ് reserved suggesting that I denied a celebrity their visibility and platform to promote their work. I want to clarify that this is not
at all true. She was misinformed and misled. Most importantly, anchors do not have the power to decide who appears as guest on a show. The guest list is entirely the show producer's decision. Yes, correct ആണ്. അതായത് ഷോ പ്രൊഡ്യൂസർ തന്നെയാണ് അല്ലെങ്കിൽ ഷോ ഡയറക്ടർ തന്നെയാണ് ഗസ്റ്റ് ലിസ്റ്റ് ഇടുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഒട്ടും ഒരു ആങ്കറിന് പവർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു സെലിബ്രിറ്റി ആങ്കറിന് പവർ ഇല്ലാതിരിക്കും. ഇപ്പൊ ബിഗ് ബോസിനകത്ത് ലാലേട്ട് പവർ ഇല്ലാതിരിക്കും. മനസ്സിലായോ? അങ്ങനെ ഒരു സീനുണ്ട്. എന്തൊരു എന്ന് പറഞ്ഞ സാധനം വന്നത് നന്ദനാസി പറയാണ് ലാലേട്ട് പവർ ഉണ്ടെന്ന് വെച്ചപ്പോ ഇല്ലാതെ. എടീ ലാലേട്ടൻ പവറില്ലാത്ത ഒരാളെ തോന്നുന്നു എനിക്ക്. അതെ, ഓക്കെ ഗൈസ്. അപ്പോൾ കറക്റ്റാണ്. അതായത് ഒരു ഷോന്റെ അകത്ത് മോസ്റ്റ്ലി എന്താണ് ഷോ ഡയറക്ടറോ അല്ലെങ്കിൽ ഷോ പ്രൊഡ്യൂസറും തന്നെ ആയിരിക്കും ഗസ്റ്റ് ലിസ്റ്റും കാര്യങ്ങളും ചെയ്യുന്നത്. ആൻഡ് ആ ഒരു ടൈമിൽ 2017 എന്നൊക്കെ പറയുമ്പോൾ പേളിക്ക് അത്ര വോയിസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, സംശയമാണ്. അതെ, പേളി അവരുടെ ഒരു സ്റ്റാർട്ടിങ് തുടക്ക സമയത്തൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോയിക്കോന്നേ പറയും. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വരുന്ന ഗസ്റ്റ് ഓക്കെ, ഇപ്പോൾ മെറീന ഒരു സിനിമ ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ച് വർക്ക് ചെയ്തിട്ട് വരുമ്പോൾ പേളിക്ക് വേണമെങ്കിൽ പറയാം, എന്ത് എനിക്ക് താല്പര്യമില്ല എന്നും പറയാം. അങ്ങനെ പറ്റങ്ങോട്ട് പറയാതിരിക്കാൻ ന്യൂ കമ്മേഴ്സിനാണ് അത് കുറച്ചും കൂടി സീൻ. ഓപ്പർച്യൂണിറ്റി കുറവുള്ളവർക്ക് ഇതൊക്കെ പറയാൻ സീനായിരിക്കും. ഒന്നും കൂടിയും സീസൺഡ് ആയിട്ടുള്ള ആങ്കേഴ്സിന് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, എൻഡ് ഓഫ് ദ ഡേ അത് പ്രൊഡ്യൂസറിന്റെയും ഷോ ഡയറക്ടറിന്റെയും കോളാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു. അവരത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും. I wish they had shown the courage to take responsibility for the delay that caused this young actress inconvenience. Instead of cowardly putting the blame on me, they only lied but also created an unnecessary confusion between me and this innocent artist. To the talented actor involved in the misunderstanding, I would likely to say this: I hold no grudge and only have love and respect for you. It's great to see women who are strong and being vocal about their experiences. I truly wish you all the happiness and success in the world. I hope you continue to shine brightly. Social media is a powerful platform and let's make it safe space for all. With love, പേളിമാണി. അതായത് പേളിമാണിക്ക് അവരോടൊന്നും പ്രശ്നമൊന്നുമില്ല, വിഷയമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പേളിമാണി ഇട്ടു. ഇതിന് ശേഷമാണ് മെറീന മൈക്കിളിൻ്റെ ഒരു വോയിസ് വരും. അതായത് ഈ കോൾ ചെയ്തു സംസാരിച്ചു എന്നുള്ളതിന് മെറീനയ്ക്ക് എന്തുണ്ട് വേർഷൻ പറയേണ്ടത്. അതായത് ഈ കോൾ എന്താണ് നടന്നത്, ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്താ, സംഭവം എന്താണുള്ളത്. ഞാൻ ആക്ച്വലി എനിക്ക് ഇന്നലെ മുതൽ ഇങ്ങനെ കോൾസ് വരുന്നുണ്ട് ഓൺലൈൻ മീഡിയന്നും അവിടെ നിന്നൊക്കെ. ഞാൻ ഒരാളെ കോളും എടുത്തിട്ടില്ല. ഒന്നാമത് ഞാനൊരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വൈസുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നുമല്ല. കാരണം അലിഗേഷൻ വന്നപ്പോ ആദ്യം വേറൊരു ആങ്കറിനെയും കൂടെ അതിൽ ഇൻവോൾവ് ആയിരുന്നു പേര്. അപ്പൊ ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധമായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റില്. പക്ഷെ നമ്മളടുത്ത് ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ. അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത്, ഇൻസിഡന്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ്. അപ്പം ആളിപ്പോ ഇങ്ങനെ ആളെന്നെ വിളിച്ചിരുന്നു. ആളെന്നെ സാനിഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്, എന്നെ ഡയറക്റ്റ് പോലും അല്ല വിളിച്ചത്. വിളിച്ചിട്ട് സംസാരിച്ചു കുറെ കൺവിൻസ് ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വളരെ ഫേക്ക് ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയ വെച്ചാ ഞാനിത് ഫ്ലവേഴ്സില് കട്ടറുമ്പ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു. ഈ കട്ടുറുമ്പ് എന്ന് പറഞ്ഞ ഷോയിൽ ഫസ്റ്റ് വിളിക്കും, ഫസ്റ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യും, രണ്ടാമത് വിളിച്ച് ക്യാൻസൽ ചെയ്യും. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇങ്ങനെ ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിന്റെ ആങ്കർ മാറിയിരുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തതെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാനപ്പോ ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ് ചാനലിന്റെ ഓണർ ശ്രീകണ്ഠൻ നായർ സാറും പുള്ളിക്കാരിയും തമ്മിൽ എന്തോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസൺ എന്തോ പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ പറയുന്നത്. അന്ന് സ്വാസികയുണ്ട് അവിടെ. അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്, ഈ പുള്ളിക്കാരിക്ക് എന്നോട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. അതിനുശേഷം
ഞാൻ ആളോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനോ ഒന്നും പോയിട്ടൊന്നുമില്ല. പക്ഷെ പുള്ളിക്കാരി പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇതായിട്ട് പെരുമാറും, ഡിഫറെന്റ് ആയിട്ട് പെരുമാറും. ഒരു കല്യാണമൊക്കെ വിളിച്ചു തന്നെ. സത്യത്തിൽ എന്നെ കല്യാണം അങ്ങനെ വലിയ ഒന്നല്ല വിളിച്ചത്. പക്ഷെ ഞാൻ ചുമ്മാ പോയി. എനിക്ക് അവരോട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചു, ലൈക്ക് അറ്റ്ലീസ്റ്റ് അവർ അങ്ങനെ വിചാരിച്ചോട്ടെ, എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ല എന്ന്. അതാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിൽ നിന്ന് പോകുമല്ലോ എന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അവനൊക്കെ പോയെ. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. എന്താ പറയാ, എന്തു പറയാനാ? അതായത് ഞാൻ പറയാ, ഇത് ഇവര് പറയുന്നതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. പേളിമാണി പറഞ്ഞതിൽ ഉണ്ടായ ഒരു ഫാക്ടർ, അതായത് ആ ചാനലുമായിട്ടുള്ള എന്തോ ഒരു ഇഷ്യൂ, ആങ്കറിങ് ചെയ്യുന്ന സമയത്ത് പേളിമാണിക്ക് ഉണ്ടായ ഒരു ഇഷ്യൂ. ആ ഒരു ഇഷ്യൂ മേ ബി അവിടെ എസ്കലേറ്റ് ചെയ്ത് അവിടെ ഒരു ബിഗ് പ്രോബ്ലം ആയി കാണും ചാനലിൽ. ആ ടൈമിൽ ചിലപ്പോൾ അവരെന്തെങ്കിലും പറയുന്ന കൂട്ടത്തിൽ മേ ബി ഇവരുടെ ഒരു പേര് വന്ന് കാണണം. ഐ ഹോപ്പ്. അതെന്താണെന്ന് ഇനിയിപ്പോൾ ചാനലിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഒരു എക്സ്പ്ലനേഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ബട്ട് ചാനലിൽ നിന്ന് ആരാണോ, ആ ഷോൻ്റെ ആരാണോ ഇവരോട് ഈ പേളിമാണി റിലേറ്റഡ് ആയിട്ട്, പേളിമാണിക്ക് നിങ്ങളോട് ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാതെ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് അതിന് എന്ത് ചെയ്യേണ്ടത്, ഒരു ക്ലാരിറ്റി ഇവർക്ക് കൊടുക്കേണ്ടത്. ഓക്കെ. ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് ലൈക്ക് വേറെ അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോയി, കല്യാണം വിളിച്ചു. ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വിട്ട പോലെയാണ്. അല്ല, ഇവര് വിട്ടിട്ടാണ് ഇവര് പോണേ. അവരും വിട്ടു, പേളിമണി വിട്ടു. അതാണ് ഇവര് പറയുന്നത്. പേളിമാണി ആണെങ്കിലും പിന്നെ എന്തില്ല അത്ര അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, കണ്ടാൽ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്ന് പറയുന്നു. മേ ബി ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ ചിലപ്പോൾ പറഞ്ഞ, അതായത് ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു കാണൂടെ, നിങ്ങൾ ആരെയും അടുത്ത ഇന്റർവ്യൂവിന് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്, ലൈക്ക് ഞാൻ ഇത്രയും ആളുകളുടെ അടുത്ത ഒരാളല്ലേ, ഇപ്പം ഞാൻ ആ ഒരു ഇതാവും പറഞ്ഞു കാണുക. മനസ്സിലായോ? അത് ചിലപ്പോൾ ആ ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ ചിലപ്പോൾ ആ ചർച്ചയിൽ പറഞ്ഞ കാര്യം പറഞ്ഞത് ശരിയാണെന്നല്ല നമ്മൾ പറയുന്നത്. ബട്ട് എവറി ഹ്യൂമൻ ആ ഒരു സാധനം വരുവാടേ, അങ്ങനെ വന്നതായിരിക്കണം. മേ ബി അത് അവരവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും അവർ തലേന്ന്, അവർ എടുത്ത് കാണൂല. ഇവരും അത് ഓൾമോസ്റ്റ് ഡ്രോപ്പ് ചെയ്തതാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയട്ടെ, അത് 2017 സമയത്തൊന്നും ഇവരാണെങ്കിലും പ്രത്യേകിച്ചൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആളുകൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരാളല്ല. ചിലപ്പോൾ പേളിമണി വിചാരിച്ചിട്ട് ആ സമയത്ത് പേളിമണി കുറച്ച് ആൾക്കാർ അറിയാവുന്നു അല്ലെ, നന്നായിട്ട് അറിയാം. അപ്പൊ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അല്ല, മേ ബി അത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പക്ഷെ അത് പേഴ്സണലി ഇവരെ ഇതാക്കി പറഞ്ഞതായിരിക്കണം എന്നില്ല. അതിനുശേഷം കല്യാണം വിളിച്ചതോ അല്ലെങ്കിൽ, പക്ഷെ ഇവരെ മനസ്സിൽ ആ ഹേർട്ട് ഉണ്ട്. അപ്പോഴും ഞാൻ വളർന്നു വരുന്ന ഒരു യങ് ടാലന്റിന് എപ്പോഴും അവരെ ഇഗ്നോർ ചെയ്തു, റിജക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്ക് വരുന്നൊരു സങ്കടവും ദേഷ്യമുണ്ട്. ഇവരത് വിളിച്ച് പറയാനും അല്ലെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാനും കാണിച്ചത് ഒരു നല്ല കാര്യമാണ്. ബട്ട് ഞാൻ പറയുന്നത് പറഞ്ഞാൽ ശരിക്കും ഡയറക്റ്റ് ചോദിക്കായിരുന്നു അവർക്ക്. അല്ലെ, ശരിക്കും ഇത് പേളിമണി, അതെ പേളിമണി ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാൽ ചിലപ്പോൾ എന്താ ഏതാന്നുള്ള അറിഞ്ഞ പ്രശ്നം സോൾവ് ആവായിരുന്നു. ഡേറ്റ് വിളിക്കുക. ഇനി ഇതിനിടയിൽ ചാനലാണോ കളിച്ചതെന്നും പറയാൻ പറ്റില്ല, ചാനലായിരിക്കും കളിക്കാമല്ലോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു. അപ്പം ഇവരുടെ അടുത്ത് ഇവരെന്നെ ഫോണിൽ വിളിച്ച സമയത്താണെങ്കിലും ഞാൻ ഇവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞാൻ ഇവരടുത്ത് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് നിങ്ങളോട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എനിക്കിങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. പിന്നെ എനിക്കത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇവര് തന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. കാരണം മുംബൈ ടാക്സി ഏതൊരു പടത്തില് അവരായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത്. അതിനുശേഷം അത് എന്നെ ആക്കിയപ്പോൾ അവർക്ക് ഒരു ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാവും, അതൊക്കെ മനുഷ്യ സഹജമാണ്, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, ആ ഏജിന്റെയും എല്ലാം ആണ്. അതൊക്കെ പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സംസാരിച്ചിട്ട് ഞാനിത് എനിക്ക് വിശ്വാസം വന്നില്ല. കാരണം എന്നോട് ആദ്യം പറഞ്ഞത് സാറുമായിട്ട് പ്രശ്നമൊന്നുമില്ലെന്ന്, ശ്രീകണ്ഠൻ നായർ സാറുമായിട്ട് ഒരു പ്രശ്നമില്ല എന്നാണ് പുള്ളിക്കാരി പറയണേ. അപ്പൊ തന്നെ എനിക്ക് തോന്നി അത് സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. അപ്പൊ ഞാൻ ഓക്കെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. എനിക്കത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം വിശ്വസിച്ചു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ ആണല്ലേ, ഓക്കെ പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച്, എന്നിട്ട് അവസാനം പുള്ളിക്കാരി എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡപ്പ് ചെയ്തത്. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയില്ലെന്ന്, ഐ ഡിഡ്ന്റ് ഈവൻ ന്യൂ ദാറ്റ് യു എക്സിസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെയും ഫോണ്. എനിക്കതിനും പരാതിയും കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാര്, ഞാൻ എന്നോട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിത് വേറൊരു പേഴ്സണിന്റെ അടുത്ത് ഒരു മീഡിയയിലോ ഒരു ക്യാമറയുടെ മുമ്പിലൊന്നും ഇരുന്ന് പറയാനോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല ഇതിനെപ്പറ്റി. കാരണം എനിക്ക് ആളുടെ പേരും പറയണ്ട, എനിക്ക് ഒരു കാര്യങ്ങളും ഇനി ഫെർദർ ഡിസ്കസ് ചെയ്യണ്ട, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമല്ല. ഇപ്പൊ എല്ലാരും പ്രായം ഒക്കെ മാറി
ഷീ വാസ് ഇൻ 20s നടക്കുമ്പോൾ. അപ്പോൾ ഷീസ് ഇൻ 30s now. അപ്പൊ അതിന്റെ ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതല്ല എന്നുണ്ടെങ്കിലും ഐ ഹോപ്പ് ഫോർ ദ ലൈക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ബെറ്റർ ആവും എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷനേ ഉണ്ടായിരുന്നില്ല ഒരാൾക്കിട്ട് പണി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഇതാവണം എന്നുള്ളത്. ഐ ഓൾവേസ് വാണ്ടഡ് ടു മേക്ക് ഹർ ഫീൽ ലൈക്ക് എനിക്ക് അവരായിട്ട് ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നീട് കാണുമ്പോൾ സംസാരിച്ചതും ഒക്കെ. അപ്പം എനിക്കറിയില്ല, എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പോലെ എനിക്ക് തോന്നിയത്. അപ്പൊ കാര്യമായ എന്തോ പ്രൊഫഷണൽ ജലസി അല്ലെങ്കിൽ വേറെ എന്തോ ഒരു സീൻ ഇതിനു മുമ്പ് അവരൊരു സിനിമയുടെ എന്തോ പേര് റെഫർ ചെയ്യുന്നുണ്ട്, മുംബൈ ടാക്സി. അതൊക്കെ ചിലപ്പോ അന്നും ഇതുപോലെ പേളിന്റെ അടുത്തും ചിലപ്പോ ആരെയും പറഞ്ഞിട്ടുണ്ടാവും അവള് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊന്നോ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ട് ഇവള് കയറി എന്നൊക്കെ പറയുമ്പോ ആ ഒരു പ്രശ്നം ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. പേഴ്സണൽ ജലസി വരൂലേ, പ്രൊഫഷണൽ ജലസിയും പേഴ്സണൽ ജലസിയൊക്കെ ആയിട്ട് ഈ സാധനങ്ങൾ മാറും. അതിൽ നിന്ന് എക്സ്കലേറ്റ് ആയിട്ട് ഇവിടെ എത്തി. അതായത് ഇവരൊരു നടിയായിട്ട് വന്നു, അവരൊരു ആങ്കറായിട്ട് പോയി, പിന്നെ ബിഗ് ബോസിലായി, അങ്ങനെയായി. ചിലപ്പോ ആ ഒരു ജലസി വർക്ക് ചെയ്തതായിരിക്കാം. എന്താണെങ്കിലും അതൊക്കെ അവിടെ ഡ്രോപ്പ് ആയിട്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവര് പറഞ്ഞു വെച്ചാൽ ഒരു കാര്യമുണ്ട്, ഇവര് മെറീന മൈക്കിൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ വിളിക്കുമ്പോ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അതങ്ങനെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതത്ര ലൈക്ക് അവര് എഴുതിയിട്ടതും മെറീന മൈക്കിൾ പറഞ്ഞതും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാരണം പേളിമാണി എഴുതിയിട്ടതിൽ ഇവർക്ക് നല്ലത് വരട്ടെ, അടിപൊളിയാവട്ടെ, ഐ ഹാവ് നോ പേഴ്സണൽ ഗ്രഡ്ജ് എന്നൊക്കെയാണ് പറയുന്നുണ്ടാവുക. അതൊക്കെ വർഷങ്ങൾ കൊണ്ട് മാഞ്ഞു പോയി എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അതെ, പക്ഷെ ഇതിപ്പോ ഇവര് പറയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവരത് കീപ്പ് ചെയ്ത് പോകുന്നു. അതെ, വേറൊരാളുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഐ ന്യൂ യു ഈവൻ എക്സിസ്റ്റ് എന്നൊക്കെ പറയുമ്പോ അതൊക്കെ ഒരാൾക്ക് ഹേർട്ടാവൂടെ. ഇപ്പൊ നമ്മളൊക്കെ വിളിച്ചിട്ട് നീ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണല്ലോ ആ ചോദ്യം. ഇപ്പോഴും ഉണ്ടോടെ? അതൊരുമാതിരി തേഞ്ഞ സാധനമാണ്. അത് ഇംഗ്ലീഷ് ചോദിച്ചാലും മലയാളത്തിൽ ചോദിച്ചാലും തേഞ്ഞ സാധനമാണ്. അതെ, അത് ചോദിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ഹേർട്ട് ആവും. കാരണം ആര് നാളെ ഉണ്ട് ഇല്ല നമുക്ക് പറയാൻ പറ്റൂല. സോഷ്യൽ മീഡിയ ആണ്, ഒരു ഷെയർ പോയി പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം പൊട്ടി, ക്രെഡിബിലിറ്റിയും പോയി, താഴെ വീണ് തവിട് പൊടിയാവും. പിന്നെ എത്ര കാരണം നോക്കിയാലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ജലസി ഒന്നും ആരും അല്ലേ തമ്മിൽ അധികം കീപ്പ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ അത്രയും നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും നിങ്ങളെ ലൈഫിനെ ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികൾ ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവർ അല്ല, പ്രത്യേകിച്ച് ഡയറക്റ്റ് അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഫീൽഡിലുള്ള ആളുകളാകുമ്പോൾ ഇപ്പൊ ഞാൻ തന്നെ പേഴ്സണലി എനിക്ക് ഭയങ്കര പ്രശ്നമുള്ളവരോടൊക്കെ നിന്നോട് ചിത്വായിസ് ഞാൻ പറയരുത്, നീ എന്തിനു വിളിച്ച് ചോദിക്കണം അവരോട് ഡയറക്റ്റ്. ചില കാര്യങ്ങൾ നമ്മൾ വേറൊരു സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അറിയണേക്കാൾ നല്ലത് തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അറിയണേക്കാൾ നല്ല ഡയറക്റ്റ് ആയിട്ട് അയാളിൽ നിന്ന് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് മച്ച് ബെറ്റർ അല്ലേ. അതുകൊണ്ട് ഞാൻ അധിക കാര്യങ്ങൾ അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് വിളിച്ച് ചോദിക്കാറുണ്ട്, പലതും സോൾവ് ആയി പോയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ റിലേഷൻസ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റുന്നു. ഓക്കെ, സോ അങ്ങനെ ട്രൈ ഔട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, എങ്ങോട്ട് നോക്കാതെ അങ്ങോട്ട് എറിഞ്ഞു. ആ ഏറ് കറക്റ്റ് ആർക്കാണോ ഇട്ട് എറിഞ്ഞു അവിടെ കൊണ്ടു. അത് തിരിച്ചെന്തായോ റിപ്ലൈ ആയിട്ട് വന്നു. എന്താ വെച്ചാൽ അത് മനസ്സിൽ വെക്കുന്നിടത്തോളം കാലം ആ പേഴ്സണൽ ഗ്രഡ്ജ് മരിക്കണവരെ അങ്ങനെ രണ്ടുപേരും ഉണ്ടാവും. ഇതിപ്പം ഈ പറഞ്ഞ പോലെ ഒരു കണ്ടന്റ് ആയിട്ട് എല്ലാവരുടെ ഇടയിൽ നിൽക്കുന്നല്ലാതെ കാലാകാലം നിൽക്കും. അല്ലെങ്കിൽ ഓക്കെ, ഇനി എവിടെയും മെറീന മൈക്കിൾ വരുമ്പോൾ അവിടെയും പിന്നെ ഈ പേര് പേളിമണി വരുമ്പോൾ മെറീന മൈക്കിൾ തിരിച്ചും പറഞ്ഞു ഏത് ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ ഏത് പോലെ ആണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയായിരിക്കും. ഓക്കെ, എന്താണെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി പറഞ്ഞു തീർക്കാം. ചെറിയ ചെറിയ സീനുകളൊക്കെ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ അവര് പറയുമ്പോൾ മെറീന മൈക്കിളും പറയുന്നുണ്ട് പേഴ്സണലി പ്രശ്നമില്ല, മറ്റവരും പറഞ്ഞിട്ടുണ്ട് എഴുതിട്ട് പേഴ്സണലി പ്രശ്നമില്ല, പറഞ്ഞു തീർക്കാം. ഏറ്റവും ബെറ്റർ ഒരുപാട് ആൾക്കാർ വരാതിരിക്കാനാണ് നല്ലത്. ഇപ്പൊ ഞങ്ങളെ പോലുള്ള ഒരു കേറിയിട്ട് തരിയേക്കില്ലേ, നമ്മളിപ്പോ എത്ര ആൾക്കാർ ഇപ്പൊ തരിയൊക്കെ ഉണ്ടാവൂലേ, ഒരു പണിയില്ലല്ലേ. ഞങ്ങൾ ഇന്ന് ഫുഡ് വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട്, എന്നിട്ട് പോലും ഞങ്ങൾ എന്താ ചെയ്യ, കുറച്ച് നന്ദുവിനും കൊടുക്കാം. നന്ദു വേണ്ട അന്തൊക്കെ ഫുഡ് കഴിച്ച് തളർന്നിട്ടും. അതെ, അതെ, നന്ദു ഇങ്ങനെയാണ് വല്ലവരും കുറിച്ച് വലുതൊക്കെ പറയുന്നത്. ഞങ്ങൾ അവരോട് നേരിട്ട് വിളിച്ച് ചോദിക്കില്ല. ഞങ്ങൾ തൃശ്ശൂർ എത്തുന്നവരെ ആരൊക്കെ കുറ്റം കേൾക്കേണ്ടി വരാം. ഓക്കെ ഗൈസ്, ബൈ, ഫിൽറ്റർ അടിക്കും.